ഇന്നും വീഡിയോ എടുക്കുമ്പോ നല്ലോണം മഴയും പെയ്യുന്നുണ്ട്, നല്ലോണം ഇറ്റുമായി. എന്നാലും എങ്ങനെ എടുക്കാതെ അറിഞ്ഞിട്ട് ഇന്ന് എടുക്കുന്നത്. ഇന്ന് നിങ്ങളെ കറി വെച്ച് കാണിക്കുമ്പോ എപ്പോഴും ഇടയിൽ കിട്ടുന്നത് തന്നെ ബൈനീങ്ങ. ബൈനീങ്ങക്ക് വേണ്ട ചേരുവേല ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ബൈനീങ്ങനെ നടുക്കെ പൊളന്നിട്ട് കഷ്ണം കഷ്ണാക്കിട്ട് വെച്ചത്. ഇത് തേങ്ങ ചെരിയച്ചത്. അതിനപ്പത്തെ കുരുമുളക് പൊടി, കടുക്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പിന്റെ പൊടി, വെള്ളം, കരിയാമ്പല, വെളുത്തുള്ളി കുഞ്ചത്, ചെറിയ ഉള്ളി മുറിച്ചത്. ഇതിന് വേണ്ടുന്നതല്ല. ഇത് കുരുമുളകിന്റെ പൊടി, ഇത് മുളക് പൊടി, ഇത് മഞ്ഞപ്പൊടി, ഉപ്പ് പാകത്തിന്. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം പെരക്കണം. നല്ല പാങ്ങിൽ ഇതിനെ കുഴച്ചിട്ട് എല്ലാം പറ്റി എല്ലായിടത്തും. ഇതെല്ലാം കൊണ്ട് ഞാൻ അടുപ്പിന്റെ അടുക്കലേക്ക് പോന്നേ. തീ നല്ലോണം പറ്റി ചട്ടി തീമാക്കുന്നു, എണ്ണ ഒഴിക്കുന്നു, കടുക് ഇടുന്നു. കടുക് പാങ്ങിൽ പൊട്ടി ചെറിയുള്ളി മുറിച്ചത് ഇടുന്നത്. കരിയാമ്പല ഇടുന്നു, വെളുത്തുള്ളി ഇടുന്നു, ഇത് ചെറിയുള്ളി മുറിച്ചതും കരിയാമ്പലയും വെളുത്തുള്ളി കുഞ്ചതും ഇളക്കിക്കൊണ്ടിരിക്കണം. ബൈനിങ് ഞാൻ നേരത്തെ പെരക്കി വെച്ചിട്ടില്ല, അതിനെ ഇട്ടൊക്കെ ഇടണം. ഇത് ഇതിനല്ലോണം ഇളക്കണം. മുന്തിയെല്ലാം ഞങ്ങൾ കറി വെക്കുമ്പോ ബൈനിങ് നീളത്തിൽ മുറിച്ചിട്ട് വെക്കല്. ഇപ്പൊ ഞങ്ങൾ അതെല്ലാം മാറ്റിയിട്ട് ഇപ്പൊ ഇങ്ങനെ വിൽക്കുന്നത്. ഇതൊരു കാലം പോന്നാണെങ്കിൽ ഒരു കറിക്കും മാറ്റം വരുന്നല്ലോ. ബൈനിങ് നാടൻ രീതിയിൽ വെക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ ഞാൻ വെച്ച് കാണിക്കാം നിങ്ങളെ. ഇത് നല്ല മോഡൽ രീതിയിൽ ഇങ്ങനെ വെക്കുന്നത്. ഇതിന് 10 മിനിറ്റ് സമയം പാങ്ങിൽ പൊട്ടി വെക്കണം. ഇനി തേങ്ങ ഇടുന്ന്. ഇനി ഒരു 2 മിനിറ്റ് സമയം തേങ്ങ വേകാൻ വേണ്ടിട്ട് പൊത്തി വെക്കുന്നു. ബൈനിങ്ങ കറി റെഡിയായി. ഇനി തേങ്ങയുടെ പാങ്ങിൽ ഇളക്കിയിട്ട് ഇതൊക്കെ കൂട്ടിയെങ്കിലായി കറി. പാങ്ങിൽ വേകുകയും ചെയ്തു. അങ്ങനെ അധികം ബന്ധം അറിഞ്ഞൂടാ ബൈനിങ്ങ, ഇത്ര ആയിക്കൂടും. കറി റെഡിയായി, വാങ്ങി വെക്കുന്നു. ബൈനിങ്ങ കറി റെഡിയായി. ഇനി ആ പാങ്ങുണ്ടോക്കുന്നു. കാണുമ്പോ നല്ല പാങ്ങുണ്ട്, എങ്ങനെയാ തോന്നി. ബൈനിങ്ങ കറി ആകുമ്പോഴേക്ക് നല്ലോണം ഇട്ടായി പോയി. ഞാൻ പാങ്ങുണ്ടോക്കട്ട്. നല്ല പാങ്ങായി. നിങ്ങൾ പറഞ്ഞെങ്കിൽ ബൈനിങ്ങ കിട്ടിയെങ്കിൽ ഇതുപോലെ കറി വെച്ചിട്ട് നോക്കണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ പുതിയ വിശേഷമായി കാണാം.